രാജ്യത്തെ നിലവിലെ വലിയ 170 ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിക്കണമെന്ന സുപ്രധാന ശുപാർശയുമായി പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉപദേശക കൗൺസിൽ അംഗങ്ങളായ ഷാമി രവിയും മുദിത് കപൂറുമാണ് നിർണായകമായ ഒരു നിർദ്ദേശം പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. സഭയുടെ ആകെ അംഗസംഖ്യ 543 നിന്ന് 824 ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. 59 നിയോജക മണ്ഡലങ്ങളെ 2ആയും 111 നിയോജക മണ്ഡലങ്ങളെ 3ആയും വിഭജിക്കാനാണ് നിർദ്ദേശം. ഇതോടെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം 3 മുതൽ 2.3% വരെ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് 90 ലക്ഷം മുതൽ 2.3 കോടിയിലധികം വോട്ടർമാർ ഉണ്ടാകുമെന്നാണ് നിർദ്ദേശത്തിൽ പറയുന്നത്. നിർദ്ദേശമനുസരിച്ച് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ ഒരു വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും. കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിൽ 20ആണ്. അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ 10% കൂടി സീറ്റ് കൂടും. അങ്ങനെ മൊത്തത്തിൽ 30%ആയി സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും. തെലങ്കാനയിൽ 17 നിന്ന് 26ആയും, ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ 25 നിന്ന് 38ആയും, കർണാടകയിലേക്ക് വരുമ്പോൾ 28 നിന്ന് 42ആയും, തമിഴ്നാട്ടിൽ 39 നിന്ന് 59ആയും വർദ്ധിക്കും. മഹാരാഷ്ട്രയിൽ സീറ്റുകൾ 48 നിന്ന് 72ആയും, രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ 25 നിന്ന് 38ആയും, യുപിയിലേക്ക് വരുമ്പോൾ 80 നിന്ന് 120ആയും, മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ 29 നിന്ന് 44ആയും, ഗുജറാത്തിലേക്ക് വരുമ്പോൾ 26 നിന്ന് 39ആയും, ബീഹാറിലേക്ക് വരുമ്പോൾ 40 നിന്ന് 60ആയും വരും. മഹാരാഷ്ട്രയിലേക്ക് നോക്കുമ്പോൾ 48 സീറ്റിൽ നിന്നും ഒരു വർധനവ് വരുമ്പോൾ 72 സീറ്റായിട്ട് വരും. രാജസ്ഥാനിൽ 25 നിന്ന് 38ആയും, യുപിയിൽ 80 നിന്ന് 120ആയും, മധ്യപ്രദേശിൽ 29 നിന്ന് 44ആയും, ഗുജറാത്തിൽ 26 നിന്ന് 39ആയും, ബീഹാറിൽ 40 നിന്ന് 60ആയും വരും. ഈ ഫോർമുല നടപ്പാക്കുന്നത് ലോക്സഭയിൽ തെക്കൻ സംസ്ഥാനങ്ങളുടെയും കൂടുതൽ ജനസംഖ്യയുള്ള വടക്കൻ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെയും സീറ്റുകളുടെ വിഹിതം വലിയ തോതിൽ മാറ്റമില്ലാതെ നിലനിർത്തിയിരിക്കും. വർദ്ധിച്ചു വരുന്ന മണ്ഡലങ്ങളുടെ വലിപ്പം ഒരു വെല്ലുവിളിയായി എടുത്തു കാണിച്ചുകൊണ്ട് 2024 ശരാശരി ലോക്സഭാ മണ്ഡലത്തിൽ 18.2 ലക്ഷം രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടേതായി ആണ് ഏറ്റവും വലിയ ഒരു മണ്ഡലങ്ങളിൽ 32 ലക്ഷത്തിലധികം വോട്ടർമാർ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പട്ടികവർഗ ആധിപത്യമുള്ള മണ്ഡലങ്ങളിൽ നിലവിൽ ഉയർന്ന വോട്ടിൽ നിരക്കുകൾ ഉണ്ടെങ്കിലും ഉയർന്ന നഗരമണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞതായും ഈ മണ്ഡലങ്ങളിലെ സ്ത്രീകൾ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മെട്രോപൊളിറ്റൻ മണ്ഡലങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ള പോൾ ബൂത്തുകൾ സ്ഥാപിക്കുക, നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സമയപരിമിതികൾ പരിഹരിക്കുന്നതിന് പോളിംഗ് സമയം വൈകുന്നേരം വരെ നീട്ടുക, തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതിന് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്.